സാറേ എനിക്ക് ഈ സംസാരത്തിന്റെ ഈ വിഷയം വന്നപ്പോഴേ ഓർമ്മ എന്താ പറയാ, ഈ അകലെ അല്ലെങ്കിലും അടുക്കുവാൻ കഴിയാതെ ഒരു മതിലുകൾക്ക് ഇരുപുറം ഇരുന്ന് ബഷീറും നാരായണിയും സംസാരം കൊണ്ട് തീർത്തൊരു പ്രണയത്തിന്റെ ഊർജ്ജമുണ്ട്. മനസ്സിലായോ? ബഷീറിനോട് വന്നിട്ട് ജയിൽ സൂപ്രണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ സ്വതന്ത്രനായി നിങ്ങൾക്ക് ഇവിടെ നിന്ന് വിട്ടു പോകാമെന്ന്. ഹൂ വാണ്ട്സ് ഫ്രീഡം എന്ന് ചോദിക്കുന്നുണ്ട്. കാര്യം സ്വാതന്ത്ര്യം, ഹൂ വാണ്ട്സ് ഫ്രീഡം. കാര്യം സ്വാതന്ത്ര്യം ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ നാരായണനെ കണ്ടിട്ടില്ല, ആരാണെന്ന് കൂടി അറിയത്തില്ല. ഒരു ചുള്ളിക്കമ്പിന്റെ അടയാളം മാത്രമേ ഉള്ളൂ. പക്ഷെ അയാൾ ആ തടവറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ജീവിതത്തിന്റെ സൗന്ദര്യം ഉണ്ടായത് ആ സംസാരത്തിലൂടെ. ഇത് പ്രണയത്തിന്റെ സംസാരമായിട്ട് വേണമെങ്കിൽ കാണാം. അതിനപ്പുറം നമ്മൾ ആട് ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ നജീബിന് സംസാരിക്കാൻ ഒരു മനുഷ്യനില്ല. ഓച്ചക്കാരി അമ്മണിയാക്കിയും നാട്ടിൻപുറത്തെ സുഹൃത്തുക്കളുടെ പേരിട്ട് ആടുകളെ വിളിച്ചും അതിജീവനത്തിന്റെ ഒരു സാധ്യത ആ സംസാരത്തിലൂടെ നജീബ് അവിടെ കെട്ടിപ്പടുത്തുന്നുണ്ട്. ജാനേമൻ എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു, നമ്മുടെ ചിദംബരത്തിന്റെ. ഇപ്പം അദ്ദേഹത്തിന്റെ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ബീസിൽ എന്ന് പറയുന്ന കഥാപാത്രം, പുള്ളി വെളിയിലാണ്, വിദേശത്താണ്. പുള്ളി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും എല്ലാവരെയും. കാര്യം ആരെങ്കിലും ഒന്ന് മിണ്ടണം അയാടുക്കല്. കാര്യം അയാളോട് മിണ്ടാൻ ആരുമില്ല. അപ്പൊ അത്തരത്തിലുള്ള സംസാരത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ പ്രണയമാകാം, അല്ലെങ്കിൽ ഈ അതിജീവനമാകാം, ജീവിതമാകാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംസാരം സാറിന്റെ ആണല്ലോ. അല്ല അങ്ങനെ ഒരു ജ്യൂസ് അല്ല ആണല്ലോ. അല്ല 4 പതിറ്റാണ്ടായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൊണ്ടുവരട്ടെ. ആളുകളെ സംസാരിക്കാൻ അനുവദിക്കാത്ത ഒരാളുടെ പേര് പറയാമോ? അത് എന്റെ പേരിലാ കുറിക്കപ്പെടും. അല്ല 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 അത് വേറെ കാര്യമുണ്ട്. പക്ഷെ എന്നിട്ടും 4 പതിറ്റാണ്ടായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെ ഞാൻ പറഞ്ഞത് ഈ സംസാരവുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയം നമ്മൾ സംസാരിച്ചുകൊണ്ടാണ് പരിഹരിക്കുന്നത്. അപ്പൊ സംസാരത്തിന് പ്രാധാന്യമുണ്ട്.